ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോ കൂടെ ഞങ്ങളുടെ ബാക്ക് യാർഡ് ഓർച്ചിഡിനെയാണ് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഓർച്ചിഡാന്ന്, പക്ഷേ എൻ്റെ അല്ല. ഞങ്ങളുടെ ലാൻഡ് ലോഡിൻ്റെ ഓർച്ചിഡാണ് ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ. ഇതാണ് ലാൻഡ് ലോഡിൻ്റെ വീട്. അപ്പം ഞങ്ങൾ ഇവരുടെ ബേസ്മെൻറ്റിലാണ് താമസിക്കുന്നത്. പുള്ളിയുടെ മെയിൻ ബിസിനസ് ചെറി യൂപ്പിക്കാണ്. പീറ്റേഴ്സ് യൂപ്പിക് എന്നാണ് ബിസിനസ് നെയിം. ചെറീസിൽ തന്നെ പല വെറൈറ്റീസ് ഓഫ് ചെറീസ് ഉണ്ട്. ഈ വീഡിയോ പോകെ ഞാൻ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള വ്യൂ. ജോലിയൊക്കെ കഴിഞ്ഞ് നല്ല സ്ട്രെസ്ഡ് ഔട്ടായിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ഞാനും റിജോ ഇവിടെ വന്നിരിക്കാറുണ്ട്, കുറച്ച് നേരം ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി. ഇതാണ് പബ്ലിക് എൻട്രൻസ്. ഈ കടയിൽ അവർ പലതരം ഐറ്റംസ് വിൽക്കുന്നുണ്ട്. ഹോം മെയ്ഡ് ജാം, ഹോം മെയ്ഡ് ക്യാൻഡിൽസ്, പിന്നെ ഹണി, അങ്ങനെ പലതരം ഐറ്റംസ് അവർ വിൽക്കുന്നുണ്ട്. മൺഡേ ടു സൺഡേ 7 to 7 ആണ് ഇവരുടെ ടൈമിങ്. വീക്കെൻഡ്സ് ആണെങ്കിലും വീക്ക് ഡേയ്സ് ആണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ ചെറി പിക്കിങ് ചെയ്യാൻ വരുന്നത്. അവരുടെയൊക്കെ മെയിൻ എയിം ചെറി പിക്കിങ് മാത്രമല്ല, ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഫാമിലി ആക്ടിവിറ്റിയൊക്കെ ആയിട്ടാണ് അവർ ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ഫുള്ളായിട്ടാണ് ഇവിടെ ആൾക്കാർ വരാറുള്ളത്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പെതിയെ ഇറങ്ങും ഈ തോട്ടത്തിലോട്ട്. ഓരോന്ന് കണ്ടും കേട്ടും തിന്നും ഒക്കെ പോകാൻ നല്ല രസമാണ്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഓർച്ചിഡായി കണ്ട് എന്ത് വേണമെങ്കിലും പറിച്ച് കഴിച്ചോളാനാണ്. റിജു അവസരം നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. കൂടി ചെറുതായിട്ട് ഞാനും. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. മൈൽഡ് സ്വീറ്റ്, മോർ ക്രഞ്ചി. ചെറീസ് തന്നെ പല ടൈപ്സിലുള്ളതുണ്ട്. എക്സാമ്പിൾ റെയിനിയർ, ക്രിസ്റ്റീന, സ്റ്റാർ ബസ്റ്റ്, ബിങ്, അങ്ങനെ പല പേരുകളുണ്ട്. ഞാൻ കഴിച്ചതിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് റെയിനിയറാണ്. റെയിനിയർ ഒരു യെലോയിഷ് റെഡ് കളറാണ്. റെഡ് ചെറീസിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഡാർക്ക് റെഡ് ചെറീസ് ഉണ്ട്, ലൈറ്റ് റെഡ് ചെറീസ് ഉണ്ട്, അങ്ങനെ പല റെഡ് ചെറീസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ലാൻഡ് ലോഡിൻ്റെ വൈഫാണ് ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഇത് എന്ത് ടൈപ്പ് ഓഫ് ചെറീസാണ്, എപ്പോൾ ഒക്കെ യൂസ് ചെയ്യാം, എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ. ഈ വീഡിയോ എല്ലാം ഞാൻ എടുത്തേക്കുന്നത് 7 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആരെയും കാണാത്തത്. അല്ലെങ്കിൽ നമുക്കൊന്നും ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് ആളായിരിക്കും. ഇത് അടുത്ത ടൈപ്പ് ഓഫ് ചെറി, നല്ല പുളിയുള്ള ചെറി. ഈ ചെറി കൂടുതൽ യൂസ് ചെയ്യുന്നത് ടാർട്ട് ഉണ്ടാക്കാനും പൈസ് ഉണ്ടാക്കാനും എന്നിവ കാര്യങ്ങൾക്കൊക്കെയാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ലവലോലിക്ക കഴിക്കുന്ന പോലെ ഇരിക്കും. ആ ഒരു പുളിയില്ലേ, അതാണ് ഈ ചെറിക്കുള്ളത്. നാട്ടിൽ നിന്ന് വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി അന്നമ്മയും മെഫനും ഡാനിക്കുട്ടനും കൂടി ഇങ്ങ് പോകുന്നു ചെറി പിക്ക് ചെയ്യാൻ. ഡാനി ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താ ഈ നടക്കുന്നത്, ഇതെന്താ സംഭവം, ഒരു കറുത്ത സാധനം ഇടയ്ക്ക് ഒരു റെഡ് സാധനം ഒക്കെ തരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരെ ഒന്ന് ജോലിയൊക്കെ എന്നിട്ട് അവർക്ക് ഇതുപോലെ കാർ സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ചെറി നമ്മൾ പിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ചെറി പിക്ക് ചെയ്യുമ്പോഴാണ് അതിന് നല്ല സ്വീറ്റ്നെസ് ഉള്ളതെന്നാണ് പറയുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഇതുപോലൊരു ബക്കറ്റ് വരും. ആ ബക്കറ്റിനകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ച് ലാസ്റ്റ് അത് അവരോട് കൊടുക്കുമ്പം അവരത് വേ ചെയ്യും. റിജോ കഷ്ടപ്പെട്ട് ആ പുളിയുള്ള ചെറിയ അവനെയും കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ വിട്ടുകൊടുക്കില്ല. അവന് മനസ്സിലായി എന്തോ അവനെ പറ്റിക്കാനുള്ള സാധനമാണ്. ചെറീസിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് പലതരം ഫ്രൂട്ട്സും ഉണ്ട്. ഇത് ആപ്രിക്കോട്ട് മരമാണ്. ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഓഗസ്റ്റ് ആകുമ്പോഴത്തേന് ഇതൊക്കെ പക്കയാവും. ഇത് നല്ല ഗ്രീൻ ആപ്പിൾ. കഴിഞ്ഞ വർഷം ഞാൻ ഇതൊക്കെ എടുത്ത് അച്ചാറിട്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ വെറൈറ്റീസ് ഓഫ് പ്ലം. ഗ്രീൻ പ്ലമ്മും ഉണ്ട്, റെഡ് പ്ലമ്മും ഉണ്ട്. ഇത് ഗ്രീൻ പ്ലം ആണ്. ഈ പ്ലമ്മിൻ്റെ കളർ ഒരു രക്ഷയില്ല അല്ലേ, എന്ത് രസമാണ് കാണാൻ. ഇത് കടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് റെഡ് കളർ ആയിരിക്കും. പിന്നെ ബ്ലൂബെറീസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറീസ് പിക്ക് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അതുപോലെ തന്നെ റാസ്ബെറീസ്, അനേക റാസ്ബെറീസും ഉണ്ട് ഇവിടെ.
പിന്നെ നല്ല അടിപൊളി ഗ്രീൻ ഗ്രേപ്സ്. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നല്ല രസമില്ല ഇതൊക്കെ കാണാൻ, നല്ല കൊലച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുട്ടി ഏദൻ തോട്ടത്തിലെ വിശേഷങ്ങൾ. See you in the next video.